അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ 18ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം വിവരിക്കുന്നത് സൂറത്തുൽ ഖദ്റാണ്. 97ാമത്തെ സൂറയാണ് സൂറത്തുൽ ഖദ്ർ. സൂറത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ, അൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ നിർണയം, വഴിത്തിരിവ് എന്നിങ്ങനെയൊക്കെ ആശയങ്ങൾ വരാവുന്ന ഒരു വാക്കാണ്. ഈ സൂറത്ത് മക്കിയായ സൂറകളിൽപ്പെട്ട ഒന്നാണ്. ഇതിൽ 5 സൂക്തങ്ങൾ അടങ്ങുന്നുണ്ട്. ഈ സൂറ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും മഹോന്നതയും വ്യക്തമാക്കുന്നതാണ്. പ്രഥമ അവതാരണ സൂക്തങ്ങളായ അൽ അലക്കിലെ 5 വാക്യങ്ങൾ, അതിനെ തുടർന്ന് ഈ സൂറ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവ തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഇത് വെളിച്ചം വീശുന്നുണ്ട്. ഖുർആനിൻ്റെ അവതരണാരംഭത്തിൻ്റെ ഗൗരവവും ഗംഭീരതയുമാണ് ഈ സൂറ വെളിവാക്കുന്നത്. ഈ വേദഗ്രന്ഥം ദൈവികമാണെന്ന് ആദ്യമായി പ്രഖ്യാപിക്കുന്നു. മാനവകുലത്തിൻ്റെ ചരിത്രത്തിലെ വിധിനിർണായക രാത്രിയിലാണ് അതിൻ്റെ അവതാരണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. 1000 മാസങ്ങളെക്കാൾ വിശിഷ്ടമാണ് ആ രാത്രിയെന്ന് സ്പഷ്ടമാക്കുന്നു. ആ രാവ് മലക്കുകളുടെയും അവരുടെ നായകനായ ജിബ്രീലിൻ്റെയും ആഗമനത്താൽ പ്രശാന്തവും പ്രശോഭിതവുമാണെന്ന് അറിയിച്ചുകൊണ്ട് ഈ അധ്യായം സമാപിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഈ അധ്യായത്തിലെ ആയത്തുകളുടെ പദപ്രയോഗങ്ങളെ വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്തെ വാക്യം ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തിൽ ഖദർ എന്നുള്ളതാണ്. ഇന്ന എന്ന വാക്കിൻ്റെ അർത്ഥം നിശ്ചയം എന്നാണ്. നിശ്ചയം, നാം എന്ന് അർത്ഥം. അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഫീ ലൈലത്തിൽ ഖദർ, നിർണയത്തിൻ്റെ രാവിൽ. വമാ അദ്റാക്ക എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തറിയാം എന്നർത്ഥം. മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിൻ്റെ രാവ് എന്നാൽ എന്താണെന്ന്. ലൈലത്തുൽ ഖദർ, നിർണയത്തിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ വമാ അദ്റാക്ക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഖൈറു മിൻ 1000 ഷഹർ. ലൈലത്തുൽ ഖദർ നിർണയത്തിൻ്റെ രാവ്, ഖൈറുൻ ശ്രേഷ്ഠമാകുന്നു, മിൻ 1000 1000-ത്തേക്കാൾ, ഷഹർ മാസം, 1000 മാസത്തേക്കാൾ. തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സലു എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നു എന്നർത്ഥം. ഇത് തനസ്സല, യതനസ്സലു, തതനസ്സലു എന്ന രൂപമാണ്. അതിലെ ഒരു താ അറബി ഭാഷയുടെ സ്വാഭാവിക രീതി അനുസരിച്ച് കട്ട് ചെയ്യപ്പെട്ടു വന്നതാണ് തനസ്സലു എന്നുള്ളത്. അപ്പോൾ തനസ്സലു എന്ന് പറഞ്ഞാൽ തതനസ്സലു എന്നർത്ഥം, ഇറങ്ങി വരുന്നു. അൽ മലായിക്ക, മലക്കുകൾ, വർ റൂഹു, പരിശുദ്ധാത്മാവ്, ജിബ്രീൽ, ഫീഹ, അതിൽ, ബിഇദ്നി, അനുമതിയോടെ, റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ. തനസ്സലുൽ മലായിക്കത്തു വർ റൂഹു ഫീഹ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മിൻ കുല്ലി അംർ, എല്ലാ കാര്യങ്ങളുമായി, സർവ നിശ്ചയങ്ങളുമായി. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാം, സമാധാനമാണ്. ഹിയ, അത്, ഹത്താ മത്ല, ഉദയം വരെ, അൽ ഫജ്ർ, പ്രഭാതത്തിൻ്റെ ഉദയം വരെ. ഇതിൻ്റെ മൊത്തം ഒന്നിച്ചുള്ള അർത്ഥം ഇന്ന അൻസൽനാഹു ഫി ലൈലത്തിൽ ഖദർ. നിശ്ചയം, നിർണയത്തിൻ്റെ രാവിൽ നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഒമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നിർണയത്തിൻ്റെ രാവ് എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ?
ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹർ, നിർണയത്തിൻ്റെ രാവ് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു. തനസ്സലുൽ മലായിക്കത്തു വർറൂഹു ഫിഹ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മലക്കുകളും പരിശുദ്ധാത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ അനുമതിയോടെ സർവ്വനിശ്ചയങ്ങളുമായി ആ രാവിൽ ഇറങ്ങി വരുന്നു. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ ആ രാവ് സമാധാനത്തിൻ്റെതാണ്. ഇതാണ് അതിൻ്റെ ആയത്തുകളുടെ പരിഭാഷ. ഇനി ഇതിലുള്ള പദങ്ങളുടെ ചില പദങ്ങളെ പറ്റിയുള്ള പ്രത്യേകമായ വിശകലനത്തിലേക്ക് വന്നാൽ, വമാ അദ്റാക്ക എന്ന പ്രയോഗം പലയിടത്തും ഖുർആനിൽ കാണാവുന്നതാണ്. ഇത് സംബന്ധിച്ച് ഇമാം ഷൻകീത്തി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ഫത്തസാഉൽ ബിഹാദ അൽ ഉസ്ലൂബ് ലി താലീം, ഈ ശൈലിയുള്ള ചോദ്യം ആദരവിനെ കുറിക്കുന്നതാണ്. അൽവാ ഉൽ ബയാൻ എന്ന അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ 9-ാം വാള്യം 34-ാം പേജിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അൽവാ ഉൽ ബയാൻ എന്നത് ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന ഒരു തഫ്സീറാണ്. അതിൽ ഇതിൻ്റെ പ്രത്യേകതയെപ്പറ്റി, ഈ പ്രയോഗത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹർ എന്ന വാക്യത്തെ സംബന്ധിച്ച് ഇമാം ഷൗക്കാനി രേഖപ്പെടുത്തിയ വ്യാഖ്യാനവും ശ്രദ്ധേയമാണ്. അതിപ്രകാരമാണ്: ഖാല കസീർ മിൻ മുഫസ്സിരീന അയ്യുൽ അമൽ ഫിഹ ഖൈറു മിൻ അൽ അമലി ഫി അൽഫി ഷഹർ ലൈസ ഫിഹ ലൈലത്തുൽ ഖദർ വഖ്താറ ഹാദൽ ഫറാ വസ്സജാജ്. അധിക വ്യാഖ്യാതാക്കളും പറഞ്ഞു, ഖാല കസീർ മിൻ മുഫസ്സിരീൻ, ലൈലത്തുൽ ഖദറിലെ ഏതൊരു പ്രവർത്തനവും അതല്ലാത്ത കാലത്തെ 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. ഫറാവും സജ്ജാജും ഈ അഭിപ്രായമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വലക്ക അന്നൽ ഔഖാത്ത് ഇന്നമാ യഫ്ളുലു ബഅ്ദുഹാ അലാ ബഅ്ദ്, ചില സമയങ്ങൾ മറ്റു ചിലതിനേക്കാൾ ഉത്തമവും പ്രയോജനപ്രദവുമാണ്. ബിമാ യകൂനു ഫീഹാ മിനൽ ഖൈരി വന്നഫി ഫലമ്മാ ജഅലല്ലാഹുൽ ഖൈർ അൽ കസീറ ഫീ ലൈലത്തിൻ കാനത്ത് ഖൈറൻ മിൻ അൽഫി ഷഹർ ലാ യകൂനു ഫീഹാ മിനൽ ഖൈരി വൽ ബറക മാ ഫീ ഹാദിഹിൽ ലൈല, ചില സമയങ്ങൾ മറ്റു ചിലതിനേക്കാൾ ഉത്തമവും പ്രയോജനപ്രദവുമാണ്. അതാണ് ലക്ക അന്നൽ ഔഖാത്ത് ഇന്നമാ യഫ്ളുലു ബഅ്ദുഹാ അലാ ബഅ്ദ്. അതോടൊപ്പം ഈ രാത്രിക്ക് അള്ളാഹു ധാരാളം ശ്രേഷ്ഠത പ്രദാനം ചെയ്തപ്പോൾ ഈ രാത്രി മറ്റു കാലങ്ങളിലെ 1000 മാസത്തേക്കാൾ അനുഗ്രഹീതവും ഉത്തമവുമായി തീർന്നു. ബിമാ യകൂനു ഫീഹാ മിനൽ ഖൈരി വന്നഫ് ഫലമ്മാ ജഅലല്ലാഹു അൽ ഖൈർ അൽ കസീർ ഫീ ലൈലത്തിൻ കാനത്ത് ഖൈറൻ മിൻ അൽഫി ഷഹർ ലാ യകൂനു ഫീഹാ മിനൽ ഖൈരി വൽ ബറക മാ ഫീ ഹാദിഹിൽ ലൈല. വഖീല അറാദ ബിഖൗലിഹി അൽഫ ഷഹർ ജമീഉ ദഹർ, 1000 മാസം എന്നതുകൊണ്ട് കാലം മുഴുക്കെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്, ജമീഉ ദഹറാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഈ പ്രയോഗത്തെപ്പറ്റി അറബികൾ അൽഫ് എന്നുള്ള പ്രയോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളതിനെ പറ്റി വീണ്ടും പറയുന്നു. ലി അന്നൽ അറബ് തദ്കുറു അൽ അൽഫ ഫി കസീരി മിനൽ അഷ്യായി അലാ ത്വരീഖി അൽ മുബാലഗ, അറബികൾ 1000 എന്ന എണ്ണവും അനന്തതയെ കുറിക്കാൻ പ്രയോഗിക്കാറുണ്ട് എന്ന അഭിപ്രായവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹർ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ വന്ന ശ്രദ്ധേയമായ ചില വിവരണങ്ങൾ. റൂഹ് എന്ന പദം, തനസ്സലുൽ മലായിക്കത്തു വർ-റൂഹ് എന്ന് പറഞ്ഞതിലെ റൂഹ്, ഈ പദത്തെ സംബന്ധിച്ച്, പദപ്രയോഗത്തെ സംബന്ധിച്ച് മാവർദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: വഫിർ റൂഹ് ഹാഹുന അർബഅ അഖ്വാൽ, റൂഹ് എന്നത് സംബന്ധിച്ച് 4 അഭിപ്രായങ്ങളുണ്ട്. അഹദുഹ, അതിലൊന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, അത് ജിബ്രീലിനെ കുറിക്കുന്നുവെന്നാണ്. ഖാലഹു സഈദ് ബിൻ ജുബൈർ, സഈദ് ബിൻ ജുബൈർ ഈ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ സാനി ഹഫ്ലത്തുൽ മലായിക, ഖാലഹു ഇബ്നു അബി നജീഹ്, മലക്കുകൾ എന്നുള്ള സംരക്ഷകർ എന്നാണ് ഇബ്നു അബി നജീഹിൻ്റെ വീക്ഷണം. മൂന്നാമത്തെ സാലിസ് അന്നഹും അഷ്റഫുൽ മലായിക വഅഖ്റബുഹും മിനല്ലാഹ്, ഖാലഹു മുഖാത്തിൽ, മുഖാത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളതനുസരിച്ച് മലക്കുകൾ എന്ന അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവരും ഏറ്റവും ശ്രേഷ്ഠരുമായവരാണ് അവർ എന്നതാണ് മൂന്നാമത്തെ ഒരു അഭിപ്രായം. റാബി, 4-ാമത്തെ വീക്ഷണം അന്നഹും ജുന്ദും മിനല്ലാഹി മിൻ ഗൈരിൽ മലായിക, മലക്കുകളിൽ നിന്നുള്ളവരല്ലാത്ത അള്ളാഹുവിൻ്റെ ഒരു സൈന്യം എന്നാണ് എന്നുള്ളതാണ് 4-ാമത്തെ അഭിപ്രായം. റവാഹു മുജാഹിദ് അൻ ഇബ്ൻ അബ്ബാസ് മർഫുഅൻ,
ഇബ്നു അബ്ബാസിൽ നിന്ന് മുജാഹിദ് ഈ അഭിപ്രായം ഉദ്ധരിച്ചിരിക്കുന്നു. ഇത് നുഖത്ത് വൽ ഉയൂൻ എന്ന ഇമാം മാവർദിയുടെ തഫ്സീറിൽ 6-ാം വോള്യം 313-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമാണ്. അപ്പോൾ ഇതിൽ നിന്ന് റൂഹ് എന്നതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള 4 വീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ വീക്ഷണം അനുസരിച്ചുള്ള അർത്ഥമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, അഥവാ ജിബ്രീലിനെ കുറിക്കുന്നു എന്നുള്ളത്. അതനുസരിച്ചാണ് മലക്കുകളും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജിബ്രീലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ പരിഭാഷയിൽ നേർക്കുനേരെ കൊടുത്തിട്ടുള്ളത്. മറ്റു വീക്ഷണങ്ങളും ഇതിൻ്റെ ആശയതലത്തിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ സൂറയുടെ ആശയ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കടന്നാൽ, മാനവകുലം അഗ്നികുണ്ഡത്തിൻ്റെ ഓരത്ത് നിൽക്കുകയായിരുന്നു. ലോകനാഗരികത ഒന്നടങ്കം അതിശീഘ്രം സ്വയം നാശത്തിൻ്റെ വഴിയിൽ ഗമിക്കുകയായിരുന്നു. ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിലാണ് ഇറാ ഗുഹയിൽ നിന്ന് സൗഭാഗ്യത്തിൻ്റെ സുപ്രഭാതം പൊട്ടിവിടുന്നത്. കഠിനമായ ഇരുട്ട് കട്ടപിടിച്ച നിർണായക രാത്രിയിൽ വെളിച്ചത്തിൻ്റെ പൊൻപ്രഭ ഒളിമിന്നി. ഇരുട്ട് കഠിനമാവുകയും മനസ്സുകൾ മരവിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മന്ദമാരുതൻ വേദഗ്രന്ഥത്തിൻ്റെ പ്രഥമ ബീജികളായി അവരെ തഴുകിയെത്തി. മനുഷ്യജീവിതം അതീവ സങ്കീർണമായ ഒരു പ്രഹേളികയാണ്. മനുഷ്യൻ ചക്രവാളത്തോളം പരന്ന മനസ്സും വിപുലമായ ചിന്താശേഷിയും ചടുലമായ പ്രവർത്തന ക്ഷമതയുമുള്ളവനാണ്. ഏതൊരു സങ്കീർണമായ യന്ത്രത്തെക്കാളും അതീവ സങ്കീർണതകൾ അടക്കം ചെയ്യപ്പെട്ടതാണ് മനുഷ്യ ജീവിതം. മനുഷ്യ ജീവിതത്തെ അതിൻ്റെ ശരിയായ സരണിയിൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് മനുഷ്യനെന്ന സാകല്യത്തിൻ്റെ സകല മാനങ്ങളും അറിയുന്ന മനുഷ്യ സൃഷ്ടാവ് നൽകുന്ന നിർദ്ദേശ സമുച്ചയങ്ങൾ തന്നെ വേണം. ആ മഹത്തായ മാനുവലിൻ്റെ പ്രകാശനം നടന്ന രാത്രി അതീവ മഹത്വമേറിയതും പൊലിമയേറിയതും തന്നെയാണ്. ആ മഹത്തായ രാത്രി ആസകലം അതിൻ്റെ ചക്രവാളങ്ങൾ നിറയെ പ്രശാന്തി നിറഞ്ഞു നിൽക്കുന്നതായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആ മഹത്തായ മാനവ സന്തോഷത്തിൻ്റെ രാത്രി ആവർത്തിക്കപ്പെടുന്ന ആവേശത്തിൻ്റെയും ഭക്തിയുത്സവത്തിൻ്റെയും കേളിരംഗമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗകവാടങ്ങൾ തുറക്കാൻ പര്യാപ്തമാകുന്ന പ്രവർത്തനങ്ങളാൽ പൂരിതമാകുന്ന രാത്രി. മാനവർക്കാകമാനം മാർഗദർശകമായി അവതീർണമായ പരിശുദ്ധ വേദത്തിൻ്റെ വിപുലമായ ആശയചക്രവാളങ്ങളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുക. ഈ അദ്ധ്യായത്തിൻ്റെ ആശയഗരിമ അന്ധകാരപൂർണമായ മനസ്സിന് വെളിച്ചം പകരാൻ ശക്തമായ പ്രചോദനം തന്നെയാണ്. ഈ തരത്തിലുള്ള ഈ ഖുർആനിൻ്റെ ആ അവതാരണവുമായി ബന്ധപ്പെട്ട ആ രാത്രിയുടെ മഹോന്നതതയെ, അതിൻ്റെ പൊലിമയെ, അതിൻ്റെ പൊൻവെളിച്ചത്തെ വ്യക്തമാക്കുന്ന ആശയങ്ങളാണ് ഈ സൂറയിൽ അടങ്ങുന്നത്. അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെ വ്യക്തമാക്കുകയാണ് ഈ സൂറ ചെയ്യുന്നത്. ഇതോടുകൂടി വിശുദ്ധ ഖുർആൻ്റെ അവതീർണത ഉണ്ടായത് റമദാനിലാണെന്ന് ഖുർആൻ സൂറ അൽ ബഖറ 185-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. അതിതിൻ്റെ വിശദീകരണമായി ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇതോടൊപ്പം ഖുർആൻ അവതീർണമായതിനെ സംബന്ധിച്ച് സൂറ ദുഖാനിൽ അള്ളാഹു ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖുർആൻ അവതീർണമായ രാത്രിയുടെ മഹത്വം ദുഖാന്റെ വാക്യത്തിൽ ഇപ്രകാരം വിവരിക്കുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും നാം അതിനെ അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ആ രാത്രി യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. സൂറ ദുഖാൻ 3-4 വാക്യങ്ങളിൽ ഇതിൻ്റെ വിശദീകരണമായി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം ലൈലത്തുൽ ഖദറിൻ്റെ സന്ദർഭത്തിൽ പുണ്യം കരഗതമാക്കുന്നതിനുള്ള പ്രേരണകൾ നിരവധി നബിവാക്യങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെ കാണാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ
ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിവേദനം ചെയ്യുകയാണ്, അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദർ ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. തഹറൗ ലൈലത്തുൽ ഖദർ ഫിൽ വിത്രി, റമളാനിലെ അവസാനത്തെ 10 ഒറ്റരാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ തേടിക്കൊള്ളുക. തഹറൗ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ തേടുക. ഫിൽ വിത്രി മിനൽ അശ്ർ അൽ അവാഖിർ, അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ. മിൻ റമളാൻ, റമളാനിലുള്ള. ബുഖാരി 1878 നമ്പറായിട്ട് ഈ ഹദീസ് നിവേദനം ചെയ്തിരിക്കുന്നു. ഇത് ഈ ലൈലത്തുൽ ഖദറിനെ തേടാൻ, അന്വേഷിക്കാനുള്ള പ്രേരണ നൽകുന്ന ഒരു ഹദീസാണ്. അതോടൊപ്പം തന്നെ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ലൈലത്തുൽ ഖദറിനോടനുബന്ധിച്ച് അവസാന 10 നബി ഇഅ്തികാഫ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹ അഖ്ബറത്തുഹുമ, ആയിഷ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തഖിഫു ഫിൽ അശ്രിൽ അവാഖിരി മിൻ ശഹ്രി റമളാൻ ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജല്ല. അവർ അറിയിക്കുകയാണ്, അന്നഹ അഖ്ബറത്തുഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതുവരെ റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഇത് ഇമാം അഹ്മദ് 24187 നമ്പറായി രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതുവരെ റമളാനിലെ അവസാന 10 ഇഅ്തികാഫ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നു. ഇത് ആ സന്ദർഭത്തിൻ്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രാത്രി നമസ്കാരത്തെപ്പറ്റി മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലെ രാത്രി നമസ്കാരത്തിന് പ്രത്യേകം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് രേഖപ്പെട്ട് കിടക്കുന്നത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിൽ വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും ആരെങ്കിലും നമസ്കരിച്ചാൽ അയാൾ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. തുടർന്ന് പറയുന്നു, വമൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിൽ വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും നോമ്പനുഷ്ഠിച്ചാൽ അയാൾ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇത് ഇമാം ബുഖാരി 1768 നമ്പറായി അദ്ദേഹത്തിൻ്റെ സ്വഹീൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലുള്ള നമസ്കാരത്തിൻ്റെ പ്രത്യേകത വ്യക്തമാക്കുന്നുണ്ട്, അതിൻ്റെ ഫളായിൽ നമ്മെ അറിയിക്കുന്നുണ്ട്. ഇതോടൊപ്പം മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കി വെക്കേണ്ടത്, ലൈലത്തുൽ ഖദറിൽ നടത്തേണ്ട പ്രത്യേകമായ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടും ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്രി ബിമാ അദു, ലൈലത്തുൽ ഖദറുമായി ഞാൻ ഒത്തുവന്നാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖൂലീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടായി പറഞ്ഞു, നീ പറയുക, ഇങ്ങനെ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ ഇപ്രകാരം പറയുക, നീ അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, അതിനാൽ എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതായിട്ട് ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത് ഇമാം അഹ്മദ് 25741 നമ്പറായിട്ട് നിവേദനം ചെയ്ത റിപ്പോർട്ടിൽ വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ സൂറയെ നാം മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളും സ്വഹാബത്തിൽ നിന്ന് അത് സംബന്ധിയായി വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സൂറയെ നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കുകയും ഈ സൂറയുടെ ഗൗരവവും പ്രാധാന്യവും നമ്മൾ ഉൾക്കൊള്ളുകയും ഖുർആൻ അവതീർണമായ രാത്രിയുടെയും ആ മാസത്തിൻ്റെയും പവിത്രത നാം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതിൽ
എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യാൻ വേണ്ടി ആജ്ഞാപിക്കപ്പെട്ടുള്ളത് അത് ചെയ്ത് ഈ സൂറയുടെ പ്രവർത്തന പദം ഉൾക്കൊള്ളുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.